ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായാധികവേ മുഹ്യന്തിയച്ചൂരയത്തേജോ വാരിമൃതാമ്യധാവിനിമയോ എത്ര ത്രിസർഗോ മുഷാദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത വിചാരത്തിൽ 9-ാമത്തെ ശ്ലോകം വരേക്കും പറഞ്ഞു വെച്ചത് പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശ്രമസിതുമർഹസി എന്ന ചോദ്യത്തോടു കൂടിയാണ് അവസാനിച്ചത്. ഇന്നലെ സൂതനോട് ശൗനകാദികൾ ഏകാന്തമായിട്ടുള്ള ശ്രേയസ് എന്താണ് എന്ന് ചോദിക്കണം. ഏകാന്തമായിട്ടുള്ള ശ്രേയസ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം നാശമില്ലാത്തത് എന്നാണ്. വാക്കിനൊക്കെ ഓരോ സന്ദർഭത്തിലാണ് അർത്ഥം. ഇവിടെ ഏകാന്തത എന്നുള്ള അർത്ഥമേ അല്ല, ആത്യന്തികം എന്നുള്ള അർത്ഥമാണ്. ഒരിക്കലും നശിക്കാത്ത ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മോക്ഷത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോക്ഷത്തിന് ഉതകുന്നതായ കാര്യം എന്ത് ഞങ്ങൾ ചെയ്യണം എന്നാണ് ചോദിച്ചത്. നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ സൂതനോട് ശൗനകാദികൾ ചോദിച്ചു എന്നാണ്. വ്യാസനിർമ്മിതങ്ങളായ എല്ലാ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ സൂത അവിടേക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഈ കർമ്മത്തിൽ കൂടെ മാത്രം എവിടെയും എത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, യഥാർത്ഥമായ ശ്രേയസ് എന്തിലാണ് കുടികൊള്ളുന്നത്, എന്തിലാണ് ലഭിക്കുക? അതിന് ഉത്തരമാണ് 10-ാമത്തെ ശ്ലോകം മുതൽ. കലിയുഗത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. പൊതുവേ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താ ചോദിച്ചാൽ, കലിയുഗത്തിൽ മോക്ഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ പറയുകയാണ് ഇവിടെ. കലിയുഗത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, എന്താണ് ഞങ്ങൾ ഇതൊക്കെ ചോദിക്കാനുള്ള കാരണം എന്നങ്ങനെ ഒന്നങ്ങനെ സൂചിപ്പിക്കുകയാണ്. അതെന്താണത്? പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ശുഭത്രുതാഹ. 10-ാമത്തെ ശ്ലോകം 3 വരിയാണ്. ചില ശ്ലോകം 3 വരി ഉണ്ടാവും, ചില ശ്ലോകം 1 വരി ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ കാണാം. 4 വരി ഉള്ള സാധാരണ 2 വരി എന്ന് പറയുന്നതാണ് ഒരു ശ്ലോകം. 2 വരി എന്ന് പറഞ്ഞാൽ 4 വരിയാണ് കേട്ടോ. 2 വരിയെ കൂട്ടിയിട്ടാണ് ഒരു വരിയായിട്ട് എഴുതുക സംസ്കൃതത്തിൽ. പ്രായേണ അല്പായുഷസഭ്യ എന്നാണ് വരി. കലാവസ്മിൻ യുഗേ ജന 2-ാമത്തെ വരി. മന്ദാസുമന്ദമതയോ 3-ാമത്തെ വരി. മന്ദഭാഗ്യ കുപദ്രുത 4-ാമത്തെ. ഒരു വരി 2 കഷ്ണാക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയും കൂടി കാണാണ്ട്. ഭൂരീണി ഭൂരികർമാണി ശോധവ്യാനി വിഭാഗശാം. ചിലപ്പോൾ ഒരൊറ്റ ലൈനായിട്ട് വരും ഒരു ശ്ലോകം, ദുർലഭം. 2 വരി ഉണ്ടാവുള്ളൂ, 4 വരി ഉണ്ടാവില്ല. ഇതിൽ ഏതായാലും കലിയുഗത്തിൽ പ്രായേണ അല്പായുഷ സഭ്യ എന്ന് വിളിക്കുകയാണ്. സഭയിൽ യോഗ്യനായുള്ളവനെ, സഭ്യനായുള്ളവനെ, സംസ്കാരമുള്ള സ്വഭാവമുള്ളവനെ ശ്രേഷ്ഠ എന്ന് വിളിക്കുകയാണ്. എന്താണ് കലിയുഗത്തിലെ പ്രത്യേകത? എല്ലാവരും അല്പായുസുക്കളാണ്. അല്പായുസുക്കൾ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ രോഗം ഇല്ലാതിരിക്കാനും അസൂരി നിർമ്മാർജ്ജനം, പല രോഗങ്ങൾക്ക് മരുന്ന്, വാക്സിനേഷൻ, ഇതൊക്കെ കണ്ടതുകൊണ്ട് ആയുസ് കൂടല്ലേ ചെയ്തത്? ഒരു കണക്ക് പ്രകാരം കേരളത്തിൽ വയസ്സന്മാർ കൂടണമെന്നാണ്. മരിച്ചു പോകണില്ല പണ്ടത്തെ പോലെ. പണ്ടൊക്കെ ഒരു പ്രായം വന്നാൽ തട്ടിപ്പോവും, ഇപ്പം ആരും പോകണില്ല. അപ്പോൾ 70-കാരും 75-കാരും ഒക്കെ കൂടുതലുണ്ട് എന്നാണ്. അപ്പം എങ്ങനെ ഈ അല്പായുസ് എന്നുള്ള വാക്ക് ശരിയാവുക? അത് ശരിയാവണമെങ്കിൽ കലിയുഗം അല്ലാത്ത യുഗത്തിനെ എടുക്കണം. അപ്പോഴാണ് ആ അർത്ഥം അവിടെ ശരിയാവുള്ളൂ. ദശരഥന് 60,000 കൊല്ലം ആയുസ്സുണ്ടായിരുന്നു എന്നും ഒരുപാട് ആളുകൾക്കൊക്കെ ആയിരക്കണക്കിന് ആയുസ്സുണ്ടായിരുന്നു എന്നും കാണാം കലിയുഗമല്ലാത്ത കാലത്ത്. ശരിയാണെന്നാണ് പറയണത്. നമുക്കറിയില്ല ഇപ്പോൾ ആ കാലത്തെ സ്ഥിതി എന്താ, നമ്മളില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് കഥകൾ പറയണത് അങ്ങനെയാണ്.
10,000 കൊല്ലം രാജ്യം ഭരിച്ചു. എങ്ങനെ 10,000 കൊല്ലം രാജ്യം ഭരിക്കുക? 100 കൊല്ലം ആയുസ്സുണ്ടെങ്കിൽ 10,000 കൊല്ലം രാജ്യം ഭരിക്കാൻ പറ്റുമോ? അപ്പം കലിയുഗം അല്ലാത്ത യുഗത്തിൽ എന്നാണ് എടുക്കേണ്ടത്. ആയുസ് കൂടുതൽ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ വലിപ്പം വളരെ കൂടിയിരുന്നു. 6 അടിയൊന്നുമല്ല. ഈ കട്ടളയും ഈ വീടൊന്നും പോരാത്രേ. ആകെ ബുദ്ധിമുട്ടാവും അല്ലേ? 7 അടി കട്ടളയും പോരാച്ചാലേ. വലിപ്പം കൂടിയിരുന്നു, ആയുസ്സും കൂടിയിരുന്നു. ഏത് യുഗത്തിൽ? കലി അല്ലാത്ത യുഗത്തിൽ. അപ്പം അത് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ 70 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് പറയണം. അതുകൊണ്ട് അല്പായുസ് എന്നെടുക്കാം. ഏറിയ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അതാണ് ചേരുക. കലയെന്ന് പറഞ്ഞതുകൊണ്ട് കലവും പറഞ്ഞിരിക്കണു. അപ്പം കലിയുഗത്തിൽ ആയുസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റ് യുഗത്തിനെ അപേക്ഷിച്ച് എന്നാണ്. അല്പായുസ്സുള്ളവർ പ്രായേണ, മിക്കവാറും, ഒട്ടുമിക്കതും എന്നൊക്കെ പറയണേ പ്രായേണ. അല്പായുഷ കലൗ അസ്മിൻ കലൗ അല്പായുഷ, ജനങ്ങൾ അല്പായുസ്സുക്കളാണ്. അസ്മിൻ കലായുഗേ, കലിയുഗേ, അസ്മിൻ യുഗേ എന്ന് പറഞ്ഞാൽ കലിയുഗേ, അസ്മിൻ കലിയുഗേ, ഈ കലിയുഗത്തിൽ ജനങ്ങൾ അല്പായുസ്സുക്കളാകുന്നു. ഇനി വേറെയും പ്രത്യേകത, മന്ദ സുമന്ദ മതയോ, മന്ദബുദ്ധികളായിരിക്കും എന്നാണ്. അയ്യോ, അതെങ്ങനെയാണ് ശരിയാവുക? ഇപ്പോൾ IT ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ലോകം മുഴുവൻ ഒരു കീബോർഡിൽ കൊണ്ടുവരാൻ കഴിവുണ്ട്. അല്ലേ? ഒരു മൗസിൽ ഒതുക്കിയ ലോകം മുഴുവൻ കാണുന്നു. അമേരിക്ക ഇവിടെ ഇരുന്ന് കാണുന്നു, വീഡിയോ കോൾ ചെയ്യണു. എന്തൊക്കെ ഒരു ബുദ്ധിപരമായ പ്രവൃത്തികളാണ് കലിയുഗത്തിൽ. പണ്ട് ഇങ്ങനെ വല്ലതും ഉണ്ടോ? അല്ലേ? കയ്യിലുള്ള മൊബൈലിൽ നോക്കിയാൽ ലോകം മുഴുവൻ കാണാം. അപ്പം ഇന്നല്ലേ ബുദ്ധി കൂടുതൽ. എൻജിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അല്ലേ? വക്കീൽമാർ, കൂടുതൽ കോഴ്സുകൾ കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ, PhD ഒക്കെ പഠിക്കാൻ ബുദ്ധി ശരിക്കും ഒരാച്ചാൽ നമ്മുടെ തലമുറയിലുള്ളവരെക്കാളും ബുദ്ധി ഇന്നത്തെ കുട്ടികൾക്കുണ്ട് എന്നാണ് ചിലപ്പോൾ നമുക്ക് തോന്നുക. നമുക്കിപ്പോൾ അത്ര ഔചിത്യമൊന്നും ഉണ്ടായില്ല. എന്തൊക്കെയോ കളിച്ച് നടന്നിരുന്നു. ഇപ്പോഴത്തെ കുട്ടിയോട് ചോദിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയണ അറിയോ? ഞാൻ അത്ഭുതപ്പെട്ടു. ബസ്സിൽ പോകുമ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ടാണ്, 5-ലും താഴെയുള്ള കുട്ടിയാണ് ശരിയില്ല, ഏറെ കളിച്ചാണ്ടല്ലോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കാണിച്ചു തരും. എന്താ ഈ സ്ക്രീൻഷോട്ട് എന്ന് പോലും നമുക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് മൊബൈൽ കൈകാര്യം. അവരുടെയൊക്കെ ബുദ്ധി നമ്മൾക്ക് അത്ഭുതമാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, അതിൽ താഴെയുള്ള കുട്ടി ഇപ്പോൾ മൊബൈൽ കൊടുത്തു നോക്കൂ, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അപ്പം എങ്ങനെയാണ് ബുദ്ധി കുറഞ്ഞു എന്ന് പറഞ്ഞത് ഇവിടെ ശരിയാവുക? അത് വേറെ അർത്ഥത്തിലാണ്. ഈ ബുദ്ധി എല്ലാം ഉപയോഗിക്കുന്നത് ഈ ലോകത്തിലേക്ക് വേണ്ട കാര്യത്തിന് മാത്രമാണ്. അതാണ്. ഒരൊറ്റ കുട്ടിയോട് ആത്മീയ കാര്യമോ ആത്മാവിനെക്കുറിച്ച് ചോദിച്ചാലോ, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാലോ പറയില്ല. ഈ 5 വയസ്സായ കുട്ടിയും പറയില്ല, എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റും പറയില്ല, ആരും പറയില്ല. IT-യെക്കുറിച്ചും മൊബൈലിനെ കുറിച്ചും പറഞ്ഞിട്ട് എന്ത് കാര്യം? അതും കൂടി ചിന്തിക്കണം. കാര്യമുണ്ട്. ഈ ലോകത്തിലേക്ക് കാര്യം ഉണ്ടാവും, പല നിരക്കും കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അതൊക്കെ ഇവിടെ ഇട്ട് പോകേണ്ട കാര്യങ്ങൾ അവർ പഠിക്കണം. അതിനുത്സാഹം കൂടി. പക്ഷേ ഏതിനും ഉത്സാഹം കൂടിയില്ല? നമ്മൾ എവിടുന്ന് വന്നു എന്നോ നമ്മൾ എവിടേക്കാണ് പോണതെന്നോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം, ഇതോ അറിയില്ല. അത് ചോദിച്ചു നോക്കൂ. എഞ്ചിനീയറിംഗ് പാസ്സായ ആളോട് പെട്ടെന്ന് ചോദിക്കുക, താൻ എവിടുന്നേ വന്ന ചോദിച്ചാൽ അയാൾ പാലക്കാട് നിന്ന് കോഴിക്കോട് നിന്ന് അതല്ല ചോദിച്ചത്. ഈ ശരീരത്തിൻ്റെ മുമ്പ് താൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഉത്തരം ഉണ്ടാവില്ല. നീ എവിടേക്കാണ് പോകണോ ചോദിച്ചാലോ വീണ്ടും ജനിക്കാനാണ് പോണത്. ഇതാണ് അറിയേണ്ടത്. നിങ്ങൾ എവിടുന്ന് വന്നു? അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? എവിടേക്ക് പോകണു? ഇനിയും ജന്മങ്ങൾ എടുക്കാൻ തന്നെ പോകണം, സംശയമൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ വേണ്ടത്? ഈ അഭ്യാസം ഒന്ന് അവസാനിപ്പിക്കണം. ഇത് ഇനി പറ്റില്ല,
ശരിയാവില്ല അത്. എന്ന് തോന്നിയാൽ അയാൾ ശരിക്കും അറിയേണ്ടത് അറിഞ്ഞു എന്നാണ് ആത്മീയശാസ്ത്രജ്ഞ, അല്ലാത്ത ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് കേമന്മാരായിട്ട് ഡിഗ്രിയും കൊണ്ട് നടന്നാൽ അവരെ ഇന്ന് നമുക്ക് ജ്ഞാനികളായിട്ടോ അറിവുള്ളവരായിട്ടോ പറയാൻ പറ്റില്ല. പണ്ട് പത്രയിന്ന് സ്കൂളിൽ പോവാത്ത മുത്തശ്ശിമാരോടും ചോദിച്ചു നോക്കൂ, എന്താ ജീവിത ലക്ഷ്യം? രാമപാദം ചേരണേ മുകുന്ദര പാഹിമാം. ഇല്ലേ, ഇനിയും ജന്മത്തിൽ ജനിക്കാനിട വരുത്തരുതേ, മാദേഹി രാമജനനീ ജഡരേ നിവാസം. ആയത് മുത്തശ്ശിമാരും പറയും. അപ്പം അവർക്ക് അറിയേണ്ടത് അവർക്കറിയാം. ഈ ജീവിതത്തിൽ വേണ്ടതൊക്കെ അവർക്കറിയാം. അത്രയൊക്കെ തന്നെ ഇവിടെ ജീവിച്ച് പോകാൻ വേണ്ടു. അവരുടെ അത്ര എത്തിയിട്ടുണ്ടോ ഇന്നത്തെ തലമുറ? ആലോചിച്ച് നോക്കൂ. മര്യാദയ്ക്ക് ഒരു കഷായം ഉണ്ടാക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് അറിയുമോ? പണ്ട് ജലദോഷം വന്നു ഡോക്ടറെടുത്തേക്ക് ഓടിയിട്ട് പാരസെറ്റാമോളല്ല കഴിക്കുക, അവിടെ തുളസി ഉണ്ടച്ചാൽ പറിച്ച് സമൂലം കഷായം വെച്ച് അതിൽ വല്ല ചുക്കോ എന്തെങ്കിലും ചേർത്താൽ സുഖമായിട്ട് അസുഖം മാറും. ശരീരം കേടുവരില്ല, കിഡ്നി കേടുവരില്ല. തുളസിയൊക്കെയാണ് കഴിച്ചാണ്ടല്ലോ ശരീരം നേരെ വയ്യ. ഇതാണ് അറിവ്. അല്ലാതെ കുറേ പറയാൻ പഠിച്ചു, അല്ലാണ്ട് വേറൊന്ന് ചെയ്തു, IT പഠിച്ചു, ഇതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് ആലോചിച്ച് നോക്കൂ. എങ്ങനെ വേണമെങ്കിലും അവർ ജീവിക്കും. കർമ്മൂസും കായ കഴിച്ചിട്ടോ കിഴങ്ങ് പറിച്ചിട്ടോ മുരിങ്ങ ഊരിയിട്ടോ കൂട്ടാൻ വയ്ക്കിയവർ സഞ്ചിയും കൊണ്ട് കടയിലേക്ക് പോവില്ല. സുഖം ഉണ്ടാവില്ല. പ്രഷറുണ്ടോ ഷുഗറുണ്ടോ യാതൊരു കുഴപ്പമില്ല. അതല്ലേ അറിവ്. അപ്പം ജീവിതത്തിലേക്ക് വേണ്ട അറിവാണ് ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ല എന്ന് പറഞ്ഞത്. പറഞ്ഞു നോക്കൂ, കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല. അയ്യേ കോട്ടായപ്പെടും. അതാണ് മന്ദ സുമന്ദമതയോ. യഥാർത്ഥത്തിൽ അറിയേണ്ടത് എന്തോ അത് ഇന്നത്തെ ആൾക്കാർക്ക് അറിയാം. സ്കൂളിൽ പഠിച്ചാൽ കിട്ടുന്നതല്ല. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ എത്രയോ പക്വതയോടുകൂടി കുടുംബം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ദേഷ്യം പോലും പെടാതെ. ഇല്ലേ, എന്താ അപ്പോൾ ഇതെന്ന് ചോദിക്കുക ദേഷ്യപ്പെട്ട. അത്ര നല്ല വാക്കറിയോ? അതാണ് അറിവ്. അപ്പം അങ്ങനത്തെ അറിവ് സൂത കലിയുഗത്തിൽ കാണാനില്ലല്ലോ. എന്തൊക്കെയോ പഠിച്ചു എന്ന് അഭിമാനിക്കുന്നു, ഡിഗ്രിയും കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടും നടക്കണു. എന്തിനു പറ്റും? മന്ദ സുമന്ദമതയോ. പിന്നെയോ മന്ദഭാഗ്യ, ഭാഗ്യം ആർക്കില്ല. അതുകൊണ്ടാണ് ഈ ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് ഓടണം. ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗുരുനാഥൻ ജ്യോത്സ്യൻ. എന്താ റേറ്റ്? 55 റുപ്യ കൊടുക്കുക. ഇതുകൊണ്ട് ഭാഗ്യം ഉണ്ടാവുമോ? അമ്പലം നന്നാവും, അമ്പലത്തിലേക്ക് കാശ് കിട്ടുന്നല്ലാണ്ട് ഒരു കാര്യമില്ല കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വരുമാനം ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾ മുടക്കഞ്ഞി നിങ്ങളെ ആരാ വായിക്കാൻ വിളിക്കുകയെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. അമ്പലം നന്നാവേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ല എന്ന് പറയുന്നില്ല, അതിന് കാശ് കൊടുത്തത് നല്ല തന്നെയാണ്. ഇപ്പം എന്താ പറയണത്? ഭാഗ്യം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ 1 ലക്ഷം റുപ്യ അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. അമ്പലം നേരെ ആവുന്ന വേണം. അമ്പലം ആവശ്യമാണ്, അംശമൊന്നുമില്ല ആ കാര്യത്തിൽ. ഒരു ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയത് അമ്പലത്തിലേക്ക് കൊടുത്തോളൂ, ഞാൻ നല്ലതെന്നേ പറയൂ. പക്ഷെ എന്തിനു വേണ്ടി കൊടുക്കണ്ട? ഭാഗ്യസൂക്തം ചെല്ലാൻ വേണ്ടിയിട്ട്, ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് ആൾക്കാർ കൊടുക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഈ കാര്യസാധ്യവും ഈ ഡൊണേഷനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നേഴ്സറിക്ക് നമ്മൾ കുട്ടിയെ ചേർക്കാൻ 10,000 റുപ്യ കൊടുക്കണ പോലെ തന്നെ ഉള്ളൂ. പക്ഷേ അമ്പലത്തിലേക്ക് നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്തു, പേര് കിട്ടും, അയാൾ കൊടുത്തു വിട്ടോ 1 ലക്ഷം റുപ്യ. അല്ലാതെ കണ്ട് നമ്മുടെ ഭാഗ്യം നന്നാവാനോ ഒന്നുമില്ല. അതൊരു സൽക്കർമ്മം അത്രയേ ഉള്ളൂ. സൽക്കർമ്മം നല്ലതാണല്ലോ. അതുകൊണ്ട് ഈ ജന്മത്തിലേക്ക് പെട്ടെന്ന് ഗുണമൊന്നും അതുകൊണ്ട് കിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് കിട്ടുക അത് നോക്കണമല്ലോ. ഭാഗ്യസൂക്തം പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുക, നമ്മൾ നാമം ചെല്ലുക, വിഷ്ണു സഹസ്രനാമം ചെല്ലുക, ഭാഗവതം വായിക്കുക, രാമായണം വായിക്കുക. നമ്മുടെ നാവുകൊണ്ട് ചെല്ലിയാലേ നമുക്ക് ഗുണം കിട്ടും. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ല. അമ്പലത്തിൽ കൊടുത്താൽ നമുക്കൊക്കെ അമ്പലത്തിൽ കൊടുത്താൽ അമ്പലം നേരെയാവും, നമ്മൾ നേരെയൊന്നുമില്ല. അമ്പലം നേരെയാവേണ്ടത് വിഷയമാണ്, ആരല്ല പറഞ്ഞു. പക്ഷെ നമ്മൾ നേരെ വേണ്ടേ? അമ്പലം നേരെയാൽ മതിയോ? നമ്മൾ നേരെയാവാനുള്ളത് നമ്മൾ ചെയ്യണം.
എന്നിട്ട് ഞാൻ എത്ര വഴിപാട് ചെയ്തു, എനിക്കൊരു ഉണ്ണി ഉണ്ടായില്ല, ഇല്ലേ? ആക്ഷേപം പറയണവരില്ലേ നമ്മുടെ മുമ്പിലേ ഉണ്ട്. അപ്പം എപ്പോഴും എന്താ അറിയോ, ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ഉദ്യോഗം കിട്ടാൻ വേണ്ടിയിട്ടോ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടോ അമ്പലത്തിൽ കൊടുക്കുകയാണ്. അതാണ് ശരിയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കണു. അപ്പം എന്തുണ്ടാവില്ല? ഭാഗ്യം ഉണ്ടാവില്ല. നമ്മുടെ കർമ്മം അവിടെ കിടക്കുന്നുണ്ട്. അത് പോണെങ്കിൽ നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെല്ലേണ്ടതും ചെയ്യേണ്ടതും ചെയ്യണം. വീട്ടിലൊരു ഗണപതി ഹോമം നടത്തി നോക്കൂ, തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ടാവും. വീട്ടിലൊരു ഭഗവതി സേവ ചെയ്യിക്കൂ പറ്റണവരെ കൊണ്ട്, അതിൻ്റെ ഗുണം അവിടെ കാണും. അമ്പലത്തിൽ ഭഗവതി സേവയ്ക്കും ഗണപതി ഹോമം നടത്തിയ അമ്പലം നന്നാവും, നമ്മൾ നന്നാവില്ല, ഒരു സംശയവും വേണ്ട. അപ്പം മന്ദഭാഗ്യ, യഥാർത്ഥത്തിലുള്ള അറിവില്ലാത്തത് കാരണം ഭാഗ്യം ചോർന്നു പോകുന്നു. നമ്മൾ ചെയ്താലോ നമുക്ക് കിട്ടും. മന്ദഭാഗ്യ ഹുപദ്രുത, പലതരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ട്. ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒന്നാമത് പകർച്ചവ്യാധി, കോവിഡ്, ഇപ്പം മസ്തിഷ്കജ്വരാണ് അത്ര, എന്താ അമീബിക്ക് നമ്മൾ കേട്ടിട്ട് തന്നെ ഇല്ല കുറേ കാലം മുമ്പേ. ഇതൊക്കെ ഉപദ്രവങ്ങളാണ്. ശബ്ദശല്യം, സ്വസ്ഥമായിട്ട് നാമം ചൊല്ലിക്കളയാൻ സ്ഥലവും ഗംഭീരമായിട്ട് വാഹനം ഉമ്മർത്ത് കൂടെ പോയിട്ട് അവിടെ ഒരു ഉടവുണ്ടാക്കിയിട്ടുണ്ടാവും പൈപ്പിന് വേണ്ടി, കട്ടയെ കട്ടയെ കട്ടയെ, ഈ ശബ്ദം കേട്ടാൽ തന്നെ തലയ്ക്കടിക്കണ പോലെയാണ്. ഉപദ്രുത, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളുണ്ടാവും. ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച ചെവിക്ക് നല്ല സ്വൈരാവും ചെയ്തു. 10 ചാലെങ്കിലും ഇവരുടെ ഈ ആസുര ശബ്ദം കേൾക്കണം. ഉപദ്രുത, ഉപദ്രവമല്ലേ അത്? ചെവിക്ക് ഏറ്റവും വലിയ സൗണ്ട് അതിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. അമ്പലത്തിൽ വായിക്കാൻ പൊട്ട മൈക്കേ കിട്ടുള്ളൂ, കാരണം അവരൊന്നും ചെയ്യില്ല. രാഷ്ട്രീയക്കാർ പിടിച്ച് വിഴുങ്ങ് അടക്കം ചെയ്യും, കൊല്ലാനും മടിക്കില്ലല്ലോ. അപ്പം നല്ല സൗണ്ടിൽ ഇത് ഉപദ്രവമാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ഉപദ്രുത, മന്ദഭാഗ്യ, ഉപദ്രുത, ഇതാണ് കലിയുഗത്തിൻ്റെ അവസ്ഥ. അപ്പം ഇതിന് ചിന്തിക്കണമല്ലോ. എങ്ങനെയെങ്കിലും ചില രക്ഷാമാർഗങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ ചിന്തിക്കും? ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ. ഭൂരീണി ഭൂരി കർമാണി, പല കർമ്മങ്ങളും കലിയുഗത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്താൽ നന്നാവും, ഇത് ചെയ്താൽ നന്നാവും. ശ്രോതവ്യാനി, കേൾക്കേണ്ടതും പലതും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൊബൈലൊന്ന് തുറന്ന് നോക്കൂ. മൊബൈൽ തുറന്ന് നോക്കിയാൽ അതിൽ കാണേണ്ടതും നമുക്ക് വേണമെന്ന് തോന്നുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാവിധ ധനവും നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകും ഈ മന്ത്രം ജപിച്ചാൽ. ആർക്കെങ്കിലും വലിയ തരത്തിലുള്ള വിവാഹ തടസ്സമുണ്ടോ? ഈ മന്ത്രം ചൊല്ലൂ. ധനാകർഷണം മന്ത്രം ചൊല്ലൂ. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും തീരും. ഇല്ലേ? എത്ര എണ്ണം കാണാം. മൊബൈലൊന്ന് തുറക്കുക വേണ്ടു, ഇങ്ങനത്തെ ഒന്നെങ്കിലും ഒരു ദിവസം കാണും. ഏതോ ഒരു ദിവസം കണ്ടതാണ്, സൺറൈസ് ഗോൾഡൻ സൺറൈസ് എന്ന് ഒരു 9 പ്രാവശ്യം പറയൂ, നിങ്ങളുടെ പ്രശ്നം മുഴുവൻ തീരും. ഗോൾഡൻ സൺറൈസായി. ഇതൊക്കെ എന്ത് അടിസ്ഥാനമുള്ളത് ആലോചിച്ച് നോക്കൂ. ഇതാണ് എന്തുകൊണ്ട് ഭൂരി ശ്രോതവ്യാനി, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും, തെറ്റിദ്ധരിപ്പിക്കാൻ പലതും ഉണ്ടാവും. ആ അർച്ചന ചെയ്യുക, ഈ അർച്ചന ചെയ്യുക, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്മുടെ യഥാർത്ഥ പ്രശ്നം മാറാത്ത കാര്യങ്ങൾ പലതും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ടോ, പല ദിക്കിലുണ്ട് ഋണമോചന പൂജ. 101 ഉറുപ്പ്യ കൊടുത്താൽ നിങ്ങളുടെ കടം വീടുന്നതാണ് പല ആൾക്കാരുടെ വിചാരം. 5 ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്തിട്ടേ 108 ഉറുപ്പ്യ ഋണമോചന പൂജ ചെയ്താൽ മതിച്ച ലാഭമല്ലേ? ആരാ ചെയ്യാണ്ടിരിക്കുക? അതല്ല അവിടെ പറഞ്ഞത്. 5 ലക്ഷം ഉറുപ്പ്യ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ 5 ലക്ഷം ഉറുപ്പ്യ അടക്കി തന്നെ വേണം, അല്ലാതെ അവർ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അത്ര തന്നെ. ഈ ഋണമോചന പൂജ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഏത് ഋണത്തിൽ നിന്നാണ് നമുക്ക് മോചനം കിട്ടേണ്ടത്? പിതൃകടം, ദേവകടം, ഋഷികടം എന്നീ കടങ്ങൾ നമുക്ക് ഇവിടുന്ന് വീട്ടാതെ പോയാൽ മുക്തിയില്ല. ഋഷികടം വീട്ടാനാണ് പുരാണം വായിക്കുക, കുറച്ചൊക്കെ കേൾക്കുക, പഠിക്കുക, പറഞ്ഞു കൊടുക്കുക, പുരാണത്തിൽ കുറച്ച് നേരം കളയുക, ചിലവാക്കുക, കളയല്ല. അതാണ് ഋഷികടം. അത്തരം കടങ്ങൾ വീട്ടിൽ വിടുന്ന് പോവുക.
ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക, മരിച്ചു പോയാൽ അവർക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക, പിന്നെ അവർക്ക് അത്രയേ വേണ്ടൂ. ഇതൊക്കെയാണ് പിതൃകടം. നമുക്കൊരു കടമുണ്ട്, അത് വീട്ടണം, അല്ലാണ്ട് ഇവിടുന്ന് പോയാൽ മുക്തിയില്ല. ഇത്തരം ഋണമോചനം ആത്മീയത്തിൽ വന്നു. അത് ഭാഗവതം വായിച്ചതിൽ കൂടിയിട്ട് തീരും. അല്ലാണ്ട് അവിടെ 101 ഉറുപ്പ്യ ഷീട്ടാക്കിയതുകൊണ്ട് കടം വീട്ടുക, ഇതാണ് ശ്രോതവ്യാനി വിഭാഗശ. ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ കലിയുഗത്തിൽ ഉണ്ടാവും. നെറ്റൊന്ന് തുറക്കുക വേണ്ടൂ, നിങ്ങളുടെ സർവ്വ പ്രശ്നത്തിനും പരിഹാരം, ഈ മന്ത്രം ചൊല്ലൂ. ഇതിൻ്റെയൊക്കെ പിന്നാലെ ഈ നെറ്റിൽ ആരാ കൊടുക്കണം? എത്രത്തോളം വിവരം അവർക്ക് ഉണ്ടാവും? നമ്മളും കൊടുക്കണ്ട കേട്ടോ, വേറെ കാര്യം. കാരണം അങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് നല്ല കാര്യങ്ങൾ എത്തട്ടെ വെച്ചിട്ടാ, തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ. അപ്പം അത്തരത്തിൻ്റെ കാര്യങ്ങൾ പിന്നാലെ പോകാതെ നമ്മൾ എന്തിനെ പിന്നാലെ പോയാൽ, അല്ലെങ്കിൽ എന്ത് പിന്തുടർന്നാൽ, എന്ത് അനുഷ്ഠിച്ചാൽ സുഖം ഉണ്ടാവും എന്നാണ് ചോദ്യം. വളരെ പ്രസക്തമാണ്. ശൗനകാര്യം ഇതൊക്കെ കലിയുഗത്തിൻ്റെ ദോഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് സേവ, സേവകളാണ്. ഇപ്പോൾ ആലോചിച്ചു, ഒരുപാട് സേവകളാണ്. ആ സേവ, ഈ സേവ, മറ്റേ സേവ, മറിച്ചേ സേവ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പുംസാം ഏകാന്തത ശ്രേയ? ഏകാന്തത എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ശ്രേയസ് എന്തുകൊണ്ടും ഉണ്ടാവും. ഈ കലിദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ എന്താണ് സൂത ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഇനി അടുത്തത് അതോത്രയത്സാരം സമുദ്രിത്യ മനീഷയാ ബ്രൂഹിന ശ്രദ്ധാനാനാം ഏനാത്മാ സംപ്രസീദതി. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ആവർത്തിക്കുകയാണ്. പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശംസിതും അർഹതി എന്നൊരു ചോദ്യം ഉണ്ടായി. ഏകാന്തമായിരിക്കുന്ന ശ്രേയസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊരു ചോദ്യം ഉണ്ടായില്ല. പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശംസിതും, ആ ഒരു ചോദ്യം തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. സാധോത്ര യസ്ഥാനം സമുദ്രിത്യ മനീഷയാ ബ്രൂഹിന ശ്രദ്ധാനാനാം നേനാത്മാ സംപ്രസീദതി എന്ന് ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ വരി നോക്കി അറിയാം. പുംസാം ഏകാന്തത ശ്രേയ തന്നെ, അതന്നെ ഇവിടെ ചോദിച്ചിരിക്കണു. ബ്രൂഹിന ശ്രദ്ധാനാനാം ഏനാത്മാ സംപ്രസീദതി. ആത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ആരുടെ ചിന്താവിഷയവും അല്ല. നേരത്തെ പറഞ്ഞ അറിവ്, IT ആയിക്കോട്ടെ, മൊബൈലായിക്കോട്ടെ, ബാക്കി കാര്യങ്ങൾ, ഇതെല്ലാം സന്തോഷം നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ TV ആണെങ്കിലും സന്തോഷം തരും, മദ്യം കഴിച്ചാലും സന്തോഷം കിട്ടും. കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എത്രയും കാശ് ചിലവാക്കിയിട്ട് എന്തിനാ കഴിക്കണം പെഗ്ഗുകൾ? സന്തോഷം കിട്ടാൻ. പക്ഷെ അതൊക്കെ ഏത് തരത്തിലുള്ള സന്തോഷമാണ്? ബാഹ്യമായിട്ടുള്ളതും താൽക്കാലികമായിട്ടുള്ളതുമായ സന്തോഷമാണ്. കുറച്ച് നേരെ അതുള്ളൂ, പിന്നെ നിൽക്കുമോ? പിന്നെ വേറെ കഴിക്കണം അല്ലേ? ആ ഗുണം കിട്ടണമെന്ന് വേറെ പെഗ് വാങ്ങി കഴിക്കണം. അപ്പോൾ ഈ താൽക്കാലികവും ബാഹ്യവും ആയ സുഖത്തെ കിട്ടുന്ന കാര്യങ്ങളല്ല ഇവിടെ ചോദിച്ചത്. ആത്മാവിൻ്റെ സുഖം എന്ന് പറയുന്നത് വേറൊന്നാണ്. അതേ ശരിക്കും ശാശ്വതമുള്ളൂ, മറ്റതൊക്കെ താൽക്കാലികമാണ്. ഭക്ഷണം കഴിച്ചു കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിശക്കും ഇല്ലേ? കാഴ്ച കണ്ടു, അതിൻ്റെ സുഖം കുറച്ച് കഴിഞ്ഞാൽ പോയി. പാട്ട് കേട്ടു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കേൾക്കണമെന്ന് തോന്നുകയാണ്. അപ്പോൾ ഇതൊക്കെ താൽക്കാലിക ഫലങ്ങൾ ഉണ്ടാക്കുന്ന സുഖങ്ങളാണ്. ശരീരത്തിൻ്റെ സുഖം എന്ന് പറയാം. പക്ഷേ ആത്മാവിൻ്റെ സുഖം മാത്രമാണ് യഥാർത്ഥത്തിൽ ശാശ്വതം. അത് എന്തുകൊണ്ട് കിട്ടുമെന്നാണ് ഇവിടെ ചോദ്യം. ആത്മാ സംപ്രസീദതി. അത് ശരീരത്തിൻ്റെ സുഖമല്ല ആത്മാവിൻ്റെ സുഖം. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഉദാഹരണം കൊണ്ട് പറയാം. സാധാരണ നമുക്ക് വിശപ്പ് ഒരു സുഖമല്ല അല്ലേ? വിശപ്പ് അനുഭവിക്കാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സുഖമുണ്ടോ? വിശപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു, ഭക്ഷണം വേണ്ട, വിശപ്പ് ഇങ്ങനെ സഹിക്കുക, ആർക്കും സുഖമല്ല. പക്ഷേ ഈ വിശപ്പ് നമുക്ക് സുഖമാവും എപ്പോൾ? ഏകാദശി ദിവസം. സുഖമായിട്ടോ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടല്ല സുഖമായി എന്ന് പറയണത്. അവിടെ നമ്മൾ പട്ടിണി കിടന്നിട്ട് സുഖം ഉണ്ടാക്കി. എന്താണ്? ഏകാദശിയാവുകൊണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ സുഖം ശരീരത്തിൻ്റെ സുഖമല്ല. എന്തിനാണ് മലയ്ക്ക് പോകുമ്പോൾ കല്ലും മുള്ളും കാലിക്കും എത്തൈ എന്ന് പറയണത്? കല്ലിൽ കൂടെ ചവിട്ടിയാലും മുള്ളിൽ കൂടെ ചവിട്ടിയാലും സുഖം ഉണ്ടാവുമോ? പക്ഷേ ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് സുഖമാണ്.
അപ്പോൾ ആത്മാവിൻ്റെ സുഖം പലപ്പോഴും ശരീരത്തിൻ്റെ സുഖം അല്ല. ആത്മാവിൻ്റെ സുഖമാണ് നമ്മൾ തേടേണ്ടത്. അത് പറഞ്ഞാലും ഭൂഹിന ശ്രദ്ധദാനാനാം ഏനാത്മാസം പ്രസീദതി അതസാധോത്ര സേത്സാരം സമുദ്ദിത്യ മനീഷയ. എല്ലാ സാരങ്ങളിൽ നിന്നും എടുത്തതായിട്ടുള്ള സാരാംശം ഞങ്ങളോട് പറയണം. വെറുതെ അതും ഇതും കേട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പരാനുഗ്രഹത്തിൽ താല്പര്യമുള്ളതായിട്ടുള്ള സജ്ജനം ആയിട്ട് സൂതനെ വിളിക്കുകയാണ്. സാധോ അതസാധോ അത്രയേത്സാരം സമുദ്രിത്യ മനീഷയ. ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് സുഖം കിട്ടുക, ആത്മാവിന് സുഖം കിട്ടുക, അത് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. മനീഷയ, ബുദ്ധി കൊണ്ട് സമുദ്ധരിക്കണം ഞങ്ങളെ. പിന്നെ അവർ വീണ്ടും പറഞ്ഞു അടുത്ത ശ്ലോകം, സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വദാമ്പതി ദേവയ്ക്യാം വസുദേവസ്യ ജാതോ യശ്ചികീഷയ. അവർ പറയാണ്, ഈ ഭഗവാന്റെ അവതാരങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു സുഖം തോന്നുന്നുണ്ട്, താല്പര്യം തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് തോന്നണത്? ഇപ്പം ശരിക്കും ഒരു കഥ ഒരു പ്രാവശ്യം പറഞ്ഞാൽ രണ്ടാമത് പറയേണ്ടതില്ല. പക്ഷേ ഈ ഭഗവാന്റെ കഥ മാത്രം വീണ്ടും 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 എത്ര സപ്താഹം ലോകത്തിൽ നടന്നിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് തന്നെ 100 സപ്താഹം നടന്നാൽ 101ാമത്തെ അതിലും ഗെയിമായിട്ട് നടത്താനും എന്നാണ് തോന്നണത്. അപ്പോൾ എന്താണ് ഈ ഒരു ആകർഷകത്വം അവതാര കഥകൾക്ക് ഉണ്ടാവാൻ കാരണം? അതിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണ് എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. സൂതജാനാസി ഭദ്രന്തേ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. അവരുടെയൊക്കെ അസറ്റ് അതാണ്. എത്ര ധനം കിട്ടി എന്നതല്ല, അത് ചിലവായി പോവും. ഇപ്പം എത്ര കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? ജീവിതം മുഴുവൻ സപ്താഹം നടത്തിയിട്ട് കാശുണ്ടാക്കിയത് അവസാനമൊക്കെ പോയിട്ടില്ല എത്രയോ ആചാര്യന്മാരുണ്ട്. അവസാനം ഇതൊക്കെ പോവുകന്നെ ചെയ്യുക, അല്ലാണ്ട് നിലനിൽക്കുമോ? അപ്പോൾ ഏതാണ് നിലനിൽക്കുക? അവരുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. 2 കൂട്ടരാത്രേ ജീവിതത്തിൽ ആ പൊസിഷനിൽ നിന്ന് മാറിയാലും അവരെ ബഹുമാനം. ഒന്ന് അധ്യാപകന്മാരും അധ്യാപികമാരും. അവർ റിട്ടയർ ചെയ്താൽ എത്ര കാലം കഴിഞ്ഞാലും സാറേ അല്ലെങ്കിൽ മേഡം എന്ന് വിളിച്ച് വരും ഇല്ലേ? വേറൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ മാത്രം തന്നെ ഉള്ളൂ, അവിടുന്ന് പോയാലൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമ്പത്തുണ്ടല്ലോ, അത് വലിയൊരു സമ്പത്താണ്. ആത്മീയമായിട്ട് 2 അക്ഷരം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കും, എവിടെ പോയാലും അവിടെ വായിച്ച ആളല്ലേ, ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ടാവും. പൈസ ഒന്ന് ചിലവാകും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയണത്, ഭദ്രന്തേ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അങ്ങേക്ക് സൂത മംഗളം ഭവിക്കട്ടെ, അങ്ങേക്ക് എപ്പോഴും നന്മ ഉണ്ടാവട്ടെ. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ? അതൊന്നും വേറൊരാൾക്കൊന്നും അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. ഒരു മരം കൊണ്ട് നല്ലൊരു ടേബിൾ ഉണ്ടാക്കി കൊടുത്ത് ഒരാശാരി എവിടെ പോയാലും ആരെങ്കിലും തൊഴുകയോ നമസ്കരിക്കുകയോ ചെയ്യുമോ? ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് വരും, തൻ്റെ മേശ കേമായിട്ടുണ്ട് കേട്ടോ, സുഖമായിട്ട് ഞങ്ങൾ കൊണ്ടു നടത്തുന്നുണ്ട് ഊണേ എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷേ കാക്കൽ വീഴാനോ നമസ്കരിക്കാനോ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാനോ നമ്മൾ പുറപ്പെടില്ല. അന്ന് കൊടുത്ത കാശ് ആ കോൺട്രാക്റ്റ് അവിടെ തീർന്നു ഇല്ലേ? എൻജിനീയർ ആയിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, സൂക്കട് മാറിയ പുറത്ത് തിരിഞ്ഞാൽ പറയും സൂക്കടൊക്കെ മാറ്റിട്ടോ, പക്ഷേ മൂപ്പര് നല്ല പിഴിച്ചിലാണ്, കുറ്റാ പറയുക ഇടയ്ക്ക്. അല്ല കാശാ പോക്കറ്റ് കാലിയായിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റും. അപ്പോൾ ഇവർക്കൊക്കെ പരിമിതിയുണ്ട് ഇല്ലേ? രോഗം മാറ്റി കൊടുത്തതാണെന്ന് വിചാരിച്ചിട്ട് ചിലർക്കൊക്കെ സ്നേഹം ഉണ്ടാവും കേട്ടോ ഡോക്ടറോട്, എല്ലാവർക്കും ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് അപ്പം കഴിഞ്ഞു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ സൂത ജാനാസി ഭദ്രം ദേ അങ്ങേക്ക് മംഗളം ഭവിച്ചാലും പറയുകയാണ്. എന്തിനാണ് ദേവകിയിലും വസുദേവരിലും ഭഗവാൻ അവതരിച്ചു എന്ന് കേട്ടു. തന്നെ ആ അവതാര കാര്യങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പിന്നെയും തോന്നുന്നു. തന്നെ ശുശ്രൂഷമാണാനാം മർഗസംഗാനുവർണിതും, കേൾപ്പാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് ശുശ്രൂഷമാണാനാന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശുശ്രൂഷയല്ല കേട്ടോ, രോഗശുശ്രൂഷയ്ക്കല്ല ശുശ്രൂഷ എന്ന് പറയാം. വാക്കിനർത്ഥം ഭാഷയ്ക്കനുസരിച്ച് മാറും. കേൾക്കാൻ ആഗ്രഹമുള്ള ശുശ്രൂഷമാണാനാം ശുശ്രൂഷുഭി തക്ഷണാത് എന്ന് രണ്ടാമത്തെ മറ്റേ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. നിഗമകൽപ്പതരോകൾ ശുശ്രൂഷുഭി തക്ഷണാത്, കേൾക്കാൻ ആഗ്രഹമുള്ള. ഇവിടെ അതന്നെ ശുശ്രൂഷുഭി തന്നെ ശുശ്രൂഷമാണാനാം
ഭഗവാന്റെ അവതാരങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങളോട് ആ അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കണമേ. ഇനി കേൾക്കണം എന്നാ പറയണം. യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച, ആളുകൾക്ക് ക്ഷേമം നൽകുന്നതും മംഗളം നൽകുന്നതും ആയ ഈശ്വര കഥകൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം. മറ്റ് ലോകകാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് എന്ത് കാര്യം? അത് ഇവിടെ ഇട്ട് പോകേണ്ടതാണ്. ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ശാശ്വതമല്ലാതെ. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കേൾക്കണം? യസ്യാവതാരോ ഭൂതാനാം, എല്ലാവർക്കും ക്ഷേമം മംഗളം കൊടുക്കുന്നതല്ലേ ഭഗവാന്റെ അവതാരങ്ങൾ. ഭഗവാൻ എന്തിനാണ് അവതരിച്ചത്? തനിക്ക് വേണ്ടിയിട്ടേ അല്ല, ലോകത്തിന് മംഗളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഞങ്ങൾക്ക് കേൾക്കണം. ശുശ്രൂഷമാണാനാം, കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങളോട് അല്ലയോ സൂത പറഞ്ഞറിയിക്കണമേ. ഒരു ശ്ലോകം കൂടിയുണ്ട്. ആപന്ന സംസൃതിഘോരാം എന്നാമ വിവശോ ഗൃണൻ സദസത്യോ വിമുച്ഛേദ യദ്വിഭേദി സ്വയം ഭയം. ഈ സംസാരം എന്ന് പറയുന്നതൊരു വല്ലാത്ത ദുഃഖത്തെ തരുന്ന സംസൃതി, സംസാരസാഗരത്തിൽപ്പെട്ട ഘോരമാണത്. ഞങ്ങൾ ഉഴലുകയാണ്. ഇവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മളൊക്കെ ഇപ്പോൾ ആ സംസാരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിവൃത്തിയില്ലല്ലോ, ശരീരം എടുത്തു, അനുഭവിച്ചേ പറ്റൂ. ആപന്ന, ആപത്തിൽപ്പെട്ടിട്ട് സംസാരമാകുന്ന ആപത്തിൽ പ്രാപിച്ചിരിക്കുന്നു. ആപന്ന പ്രാപിച്ചവനാണ്. ആ സംസാരത്തെ പ്രാപിച്ചവരാണ് നമ്മളൊക്കെ. പ്രാപന്ന പ്രാപിച്ചവർ. ആപന്ന സംസ്ഥിതിയും നാമ നാമ വിവശോ ഗുണൻ, ഏതൊരു നാമത്തെ ഉച്ചരിച്ചാലാണ് എല്ലാ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടുക. തൽക്ഷണം സദ്യോ വിമുച്ഛേദാണ്. പെട്ടെന്ന് നാമോച്ചാരണ മാത്രത്തിൽ തന്നെ നമ്മൾ രക്ഷ നേടുന്നത് ആ ഭഗവാന്റെ കഥകൾ ഞങ്ങൾക്ക് കേൾക്കണം. ഭയം അല്ലെങ്കിൽ ആപത്ത് അല്ലെങ്കിൽ അശുഭങ്ങൾ ഭഗവാന്റെ നാമത്തെ ഭയക്കുന്നു. എവിടെ നാമമുണ്ടോ അവിടെ ഭീതി ഉണ്ടാവില്ല, അശുഭങ്ങൾ ഉണ്ടാവില്ല. ഭീതി, വിഭേദി സ്വയം ഭയം. ഭയത്തിന് പേടിയുണ്ടെന്നാ. ഭയത്തിന് പേടിയുണ്ടാക്കണം നാമങ്ങൾ. ഏതൊരു ഭഗവാന്റെ ആണോ, ഏതൊരു നാമം ജപിച്ചാലാണോ പെട്ടെന്ന് നമുക്ക് മുക്തി കിട്ടുക വളരെ വേഗം. താമസമല്ലേ സദ്യ എന്ന് പറഞ്ഞാൽ വേഗം എന്നാ സംസ്കൃതത്തിൽ. സദ്യയല്ല കേട്ടോ, സദ്യ മലയാളത്തിൽ സദ്യയിലെ സദ്യ പെട്ടെന്ന്. ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദ്യങ്ങൾ തന്നെ തുടരുകയാണ്. അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്, അതിൻ്റെ ഉത്തരമാണ്. അപ്പം ഇന്ന് ചൊല്ലിയതൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രായേണൽപായുഷസവ്യക്കലാവസ്മിൻ യുഗേ ജന മന്ദാർസുമന്ദമതയോ മന്ദഭാഗ്യാശുഭദ്രുത ഭൂരീണി ഭൂരികർമാണി ശോധവ്യാനി വിഭാഗശാം അതസ്സാതോത്ര യത്സാരം സമുത്കൃത്യ മനീഷയാ ബ്രൂഹിനശ്രദ്ധദാനാനാം ഏനാത്മാ സുപ്രസീദതി സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സത്വതാം പതി ദയവയ്ക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. തന്നെ ശുശ്രൂഷമാണാനാം, കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങളോട് ശുശ്രൂഷമാണാനാം അർഹത്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ആപന്ന സംസ്കൃതിഘോരാം, വലിയ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആപന്ന സംസാരത്തിൽ അകപ്പെട്ട ഞങ്ങൾക്ക് എന്ത് ചെയ്യണം നിശ്ചയില്ലാതെ ബുദ്ധിമുട്ട്. ആപന്ന സംസ്കൃതിഘോരാം, അങ്ങനെയുള്ളവർ ഞങ്ങളോട് എന്തു പറയണം? ഏതൊരാളുടെ നാമം ജപിച്ചാലാണ് സർവ്വ അശുഭങ്ങളും പോവുക അവരുടെ കഥ. എന്നാമ വിവശോ ഗൃണൻ തതസത്യോ വിമുച്ഛേദ യദ്വിഭേദി സ്വയം ഭയം. ഭയത്തിന് പേടിയുണ്ട് അത്രേ ഭഗവാന്റെ നാമങ്ങളെ. ഇടയ്ക്ക് വരില്ല ഭയം. ആ ഭഗവാനെക്കുറിച്ച് അല്ലയോ സൂത ഞങ്ങളോട് പറഞ്ഞറിയിക്കണമേ. ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.